ഒരു നിർണായക പോരാട്ടത്തിനിറങ്ങുകയാണ് ഫ്രഞ്ച് പട ഇന്ന്. സെമി ഫൈനൽ ലക്ഷ്യമിട്ട് ക്വാർട്ടർ പോരാട്ടത്തിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ മൊറോക്കോയെ നേരിടാനിറങ്ങും. രാത്രി 1:30 ബോസ്റ്റണിലാണ് ഈ ആവേശ പോരാട്ടം. ലോക ഫുട്ബോളിലെ രണ്ട് ഇടലൻ ടീമുകൾ, സമീപകാലത്ത് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകൾ, ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ പോരാട്ടമാണ്. രാത്രി 1:30 ഈ മത്സരം. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേർന്നു. അക്ഷയ്, ഒരു പിടി താരങ്ങൾ ഇരു ടീമിലുമുണ്ട്, പ്രത്യേകിച്ച് ഫ്രാൻസ് നിരയിൽ. ഫ്രാൻസിന് തന്നെയാണ് മുൻതൂക്കം കണക്കുകളിലും ഈ ലോകകപ്പിന്റെ പ്രകടനത്തിലും ഒക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ മൊറോക്കോയെ അങ്ങനെ എഴുതിത്തള്ളാനാവില്ല. ആഫ്രിക്കൻ ചാമ്പ്യന്മാരാണ്, സമീപ ലോകകപ്പുകളിലൊക്കെ തന്നെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ടീമാണ്. അപ്പോൾ വലിയൊരു അട്ടിമറി അത് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒപ്പം തന്നെ ഫ്രാൻസിന്റെ കുതിപ്പിനെ എങ്ങനെ മൊറോക്കൻ പ്രതിരോധ നിര തടഞ്ഞിടുന്നു എന്നതും നോക്കിക്കാണേണ്ടതുണ്ട്. അതിൽ കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ ഒരിക്കൽ കൂടി ആ രണ്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നാണ് ഈ ആദ്യ ക്വാർട്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്നത്തെ ഖത്തറിലെ പോരാട്ടത്തിൽ അന്ന് മൊറോക്കോ ആദ്യമായി ക്വാർട്ടറിലെത്തിയ സെമിയിലെത്തിയ മൊറോക്കോയെ തകർത്തുകൊണ്ട് ഇതിനകത്ത് 2 ഗോളായിരുന്നു ഫ്രാൻസിന് ചെയ്യാം. ഫ്രാൻസ് പിന്നീട് ഫൈനലിലെത്തുകയും അർജന്റീനയോട് തോൽക്കുകയും ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടി ലോകകപ്പിൽ ആ വിശ്വവേദിയിൽ ഒരിക്കൽ കൂടി 2 ടീമുകൾ എത്തുകയാണ്. അന്നത്തെ തോൽവിക്ക് മൊറോക്കോ ആ മുറിവിന് പരിഹാരം ചെയ്ത് മതിയാകും മൊറോക്കോയ്ക്ക്. അതേസമയം ഫ്രാൻസ് 2018 നേടിയ ലോകകപ്പ് കഴിഞ്ഞ തവണ അവർ അർജന്റീനയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചു. ഇത്തവണ എന്ത് വില കൊടുത്തും എംബാപ്പയ്ക്ക് സംഘത്തിനും അത് തിരിച്ചു പിടിക്കണം, അതിനുള്ള യാത്രയിലാണ്. അപ്പോൾ 2 കൂട്ടർക്കും അതിനിർണായകമായ പോരാട്ടം തന്നെയാണ്. ക്വാർട്ടർ തോൽക്കുന്നവർക്ക് പുറത്തേക്കുള്ള വഴി തെളിയും. പ്രത്യേകിച്ച് ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും ബ്രൂട്ടലായ അറ്റാക്കിംഗ് നിരയാണ് ഫ്രാൻസിനുള്ളത്. എംബാപ്പയും അതുപോലെ ഉസ്മാൻ ഡെംബാലയും ഒലീസയും ഡൂ അടക്കമുള്ള മുൻ സഖ്യം ഏത് പ്രതിരോധത്തിൻ്റെയും ഭീഷണി ഉയർത്താൻ തക്കവണ്ണം കരുത്തുള്ളതാണ്. പ്രത്യേകിച്ച് 7 ഗോളുമായി എംബാപ്പെ ഈ ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സിക്ക് തൊട്ടു പിന്നാലെയുണ്ട്. 5 ഗോളിന് അസിസ്റ്റ് നൽകിയ ഒലീസെ മധ്യനിരയിൽ എംബാപ്പയ്ക്ക് കൃത്യമായി പാസുകൾ എത്തിച്ചു നൽകുന്നു. അതോടൊപ്പം 4 ഗോൾ അടിച്ച ഡെംബലയുമുണ്ട്. അത്തരത്തിൽ ഇന്ന് നിലവിലുള്ള ഈ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും സ്ട്രെങ്തായ ഒരു അറ്റാക്കിംഗ് നിരയാണ് ഫ്രാൻസിനുള്ളത്. അതോടൊപ്പം തന്നെ മികച്ച ബെഞ്ച് സ്ട്രെങ്ത്തും അവർക്കുണ്ട്. ആരെ ഇറക്കണമെന്നായിരിക്കും ദശാംശിന് ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് ബെസ്റ്റ് 11 എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു സ്ഥാനത്തേക്ക് ഒന്നിലധികം താരങ്ങൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രതിഭ ധാരാളിത്തമുള്ളൊരു ടീമാണ് ഫ്രാൻസ്. ദശാംശിൻ്റെ തന്ത്രങ്ങളും അവർക്ക് കരുത്താകുന്നുണ്ട്. മറുവശത്ത് മൊറോക്കോ അവരുടെ പ്രധാന താരം ഇസ്മായിൽ സായിബാരി ഇല്ലാതെയാണ് ഇറങ്ങുന്നത്. 3 ഗോളടിച്ച സായിബാരിയാണ് ഈ ലോകകപ്പിൽ അവരുടെ ടോപ്പ് സ്കോറർ. കഴിഞ്ഞ മത്സരത്തിലെ ഹാംസ്ട്രിങ് ഇഞ്ചുറിയെ തുടർന്ന് സായിബാരി കളിക്കുന്നില്ല, പകരം മറ്റൊരു താരമായിരിക്കും ഇറങ്ങുന്നത്. പക്ഷെ അവരുടെ മധ്യനിരയും കരുത്തരാണ്. ബ്രാഹിം ഡയസും അതോടൊപ്പം ബൗദി അടക്കമുള്ള ഔനാഹി കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളടിച്ച ഔനാഹി അടക്കമുള്ള താരങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ അത്രയും. ബ്രാഹിം ഡയസ് അവിടെ മറുവശത്ത് ഒലീസി ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ വശത്ത് മൊറോക്കോയ്ക്കായി 4 അസിസ്റ്റ് നൽകിയ ഡയസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനോട് കിടപിടിക്കാൻ പറ്റിയ താരങ്ങൾ മൊറോക്കോ നിരയിലുമുണ്ട്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായൊരു പോരാട്ടം എന്ന് പറയുന്നത് PSG സഹതാരങ്ങളായിരുന്ന കിലിയൻ എംബാപ്പയും അഷ്റഫ് ഹക്കീമിയും രണ്ട് ടീമിനായിട്ട് എതിർവശത്ത് കളിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2 ടീമിനെ നയിക്കുന്നത് ഈ താരങ്ങളാണ്. അപ്പോൾ കളിക്കളത്തിലെ ആ സൗഹൃദം ഇത്തവണ ജീവൻ മരണ പോരാട്ടമായി മാറുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത. ഇന്ന് 1:30 തന്നെ മത്സരം ആരംഭിക്കും. ഈ ലോകകപ്പിലെ ആദ്യ സെമി ഫൈനലിസ്റ്റുകളെ ഇന്ന് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് തോൽവി അറിയാതെയാണ് 2 ടീമുകളും ഈ ക്വാർട്ടർ വരെ എത്തി നിൽക്കുന്നത്. പക്ഷേ ഒരു ടീമിന് തോറ്റേ മതിയാകൂ. അവർക്ക് ഇന്ന് മടക്ക ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മൊറോക്കോയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഹെയ്തിയോട് ആദ്യം അവർ പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ച് കയറി വന്നു. നെതർലൻഡ്സിനോടും 1 ഗോളിന് പിന്നിട്ടതിന് ശേഷം ഇഞ്ചുറി ടൈമിലെ ഗോളിൽ സമനില നേടി പിന്നീട് ഷൂട്ടൗട്ടിൽ ജയിക്കുകയാണ്. അങ്ങനെ കീഴടങ്ങാൻ തയ്യാറാക്കിയ ഒരു ആഫ്രിക്കൻ പോരാട്ട വീര്യം മൊറോക്കോയ്ക്കുണ്ട്. അപ്പോൾ മത്സരം പൊടിപാറുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ മത്സരത്തിൽ പാരഗ്വായോട് ഒരു പരിക്കൻ കളിയാണ് ഫ്രാൻസിന് നേരിടേണ്ടതെന്ന്. അതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്നോണം നല്ലൊരു മത്സരം ഈ ക്വാർട്ടർ കാണട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നല്ല നിമിഷങ്ങൾ കളിക്കളത്തിൽ ഉണ്ടാവട്ടെ. ആരാധകർക്ക് മറക്കാൻ കഴിയാത്തൊരു മത്സരമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.